നമ്മൾ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതായത് ഇതെല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ലേ, ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് പുഴുങ്ങിയ മുട്ട ഇങ്ങനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് 3 മുട്ടയും എടുക്കാം. അപ്പോൾ അതാ ഞാൻ 3 മുട്ട പുഴുങ്ങിയെടുത്തത് ഇങ്ങനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തു. ഇനി ഒരു ചട്ടി വെക്കാം. ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില നമ്മളൊന്ന് കത്രികയ്ക്കൊന്ന് അരിഞ്ഞെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അടുത്ത് വഴറ്റി നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും അതുപോലെ ഒരു 5 കഷ്ണം വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യമേ ഞാൻ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മല്ലിപ്പൊടി മാത്രം മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ്, അതിട്ട് കൊടുത്തു. മുളക് പൊടിയും വളരെ കുറച്ച് മതി. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഗരം മസാലപ്പൊടിയാണ് വേണ്ടത്. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് തക്കാളിയുടെ കുരു കളഞ്ഞെടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി. തക്കാളി വേവിക്കേണ്ട ആവശ്യമില്ല, തക്കാളി ആ പച്ചക്ക് തന്നെ കിടക്കുന്നതാണ് ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഗ്രൈൻഡ് ചെയ്തെടുത്ത പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർക്കുവാൻ പോവാം. മുട്ട നമ്മൾ ഇതിലേക്ക് ചേർക്കുവാൻ പോവാണ്. അങ്ങോട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഈ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും സാധാരണ മുട്ടക്കറിയും മുട്ട വറുത്തതൊക്കെ അല്ലേ കഴിക്കാം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ മുട്ടത്തോരൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. താങ്ക് യു.